അനിലിനെ കുറച്ചു ദിവസമായില്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ, അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു. ഇരിക്കൂ. ശില്പം ഉറക്കമാണെന്നാ തോന്നുന്നത്. വിളിക്കാം. ഹലോ. ഫേവറേറ്റ് ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖാരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത്? അന്നത്തെ പടക്കം ഇപ്പോഴും മാറിയില്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം. കുട്ടി അങ്ങ് പോകുന്നേരെ. ഓ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട്? അത് സാരമില്ല, വരൂന്നേ പ്ലീസ്. അതിനിപ്പോ സാറ് വരുമല്ലോ. ഏത് സാറ്? ട്യൂഷൻ സാറ്. എപ്പോ? ഇപ്പൊ വരും. കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും. 2-3 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം. അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ. സാറിന്റെ വരവും പോക്കും നോക്കിയിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വരാം. കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കോളുന്നേ. അയ്യോ, ട്യൂഷൻ, അതും മാത്സിന്റെയാ. എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ. കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അനിൽകുമാറോ? എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. സാറിനെ പോലുള്ളവരിങ്ങനെ പോയി ട്യൂഷൻ കൊടുത്താൽ ഞങ്ങളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്നത്. അയ്യോ, അതെങ്ങനെ? അല്ല, ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ? ഒരു ട്യൂഷനും ഇല്ലാതെ തന്നെ യു ആർ എ റാങ്ക് ഹോൾഡർ. സാറിന് വാച്ചില്ലേ? ഇല്ല. അരയിൽ വല്ല നാഴികമണിയും കെട്ടിത്തൂക്കിയിട്ടുണ്ടോ ഗ്യാൻഡിയെ പോലെ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് എങ്ങനെ പങ്ക്ച്വലാകാൻ കഴിയുന്നു എന്നാണോ? അതെ. എന്നോട് ഇത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യനിഷ്ഠ എല്ലാം അവതാളത്തിലാവുന്ന. വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റോളക്സ് വാച്ച് വാങ്ങിച്ചു തരാം.
എവിടുന്ന എന്നൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയേക്കുന്നത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ചടക്കുന്ന ഒരു മനുഷ്യന് പലയിടത്തു നിന്നും ഓടി ഒളിക്കേണ്ടി വരും. സ്വയം ഒഴിയാൻ നോക്കൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു ത്രെട്ടുണ്ട് ഇതിൽ. കൈയക്ഷരം കണ്ടിട്ട് ഇതാരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിന്റെ തന്നെയാ. അത് ഞാൻ എക്സ്പെർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്തു. ഇങ്ങനൊരു കത്തെഴുതാൻ ആരായിരിക്കും ചാൻസ് എന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? കണ്ടിട്ടില്ല. ഓർത്ത് നോക്കണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. ഷുവറാണോ? അതെ. ചാൻസ് ചോദിച്ച് ചെയ്ത് വല്ല പെമ്പിള്ളാരുടെ ഫോട്ടോ ആയിരിക്കും. അല്ല, ഇതാ കൂട്ടത്തിൽ നിന്നുള്ളതല്ല. കൂട്ടത്തിൽ ഭേദപ്പെട്ടതെന്ന് തോന്നിയിട്ട് മാറ്റിവെച്ചതായിരിക്കാം. മേ ബി. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി. കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത്. കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊത്തിക്കൊടിച്ചിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിതിൽ. നവംബറിലെ 21-ാം തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി 1-നാണ്. അവസാനത്തെ കുറിപ്പ് ജനുവരി 1-നാണ്. ജനുവരി 18-നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. പ്രാക്ടിക്കലി ബ്ലാങ്കാ. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എനിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന അവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടു മുമ്പ് അവസാനമായിട്ട് എഴുതിയ പേജിലും റെഫർ ചെയ്യുന്നത്. അതായത് നവംബർ 21-ന്. അതെങ്ങനെയാണ്? ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെ ആവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ. നവംബർ 21-നാണ് ഈ കുറിപ്പ്. നവംബർ 23-ാം തീയതിയാണ് ഈ കത്താരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബുക്ക് റിലീസ് എന്ന് കണ്ടുകൊണ്ട് ഞാനിന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അപ്പൊ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ്. അതെ. ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? ടൗൺ ഹാളിൽ വെച്ച്. ടൗൺ ഹാളിൽ നിങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നോ? പോയിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് നിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, സാധാരണ ഇങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ലോകവും അവിടുത്തെ ചലനങ്ങളുമെല്ലാം എനിക്കെപ്പോഴും അപരിചിതമാണ്. അങ്ങോട്ടെന്നെ ക്ഷണിക്കാറില്ല. പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ അന്നാ ക്ഷണം കിട്ടിയപ്പോ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി. ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത്.